ഇപ്പൊ സമയേ 4:15 പുലർച്ചെ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാൻ പോവാ. അതായത് നമ്മൾ പോണത് അട്ടപ്പാടി മുള്ളി വഴി ഊട്ടി. അപ്പോൾ കുറച്ച് നേരത്തെ പോയാലാണ് നമുക്ക് ആ ഹൈ റേഞ്ചും അതേമാതിരി ആ കാട്ടിൽ കൂടെയുള്ള വഴി കൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തോടെ തന്നെ ഇറങ്ങാതെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നോക്കിയത് അമലൊക്കെ റെഡി ആയി നിൽക്കുന്നത്, ആൻസർ റെഡി ആയിട്ട് എല്ലാവരും റെഡി. ആൽഫിനോട്ടെ ക്യാമറ ചെയ്യണേ. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാം സെറ്റാണ്. വണ്ടിയിൽ നമ്മുടെ ലഗേജ് ഒക്കെ ഇതേ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇനി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം. ഞങ്ങളെ യാത്രയാക്കാൻ ഈ 4:15 നേരത്ത് ഇതേ നമ്മുടെ ഒരു കൂട്ടുകാരനല്ല പട്ടിയുണ്ട് കേട്ടോ. നമ്മള് വീട്ടിൽ നിന്ന് പോകുന്നത് ഒരു 4:15-നാണ്. അത് കഴിഞ്ഞ് നമ്മൾ വരണ വഴി പിന്നെ വെളിച്ചൊന്നുമില്ല. അതാണ് നമ്മളധികം പിടിച്ചില്ല. നമ്മൾ വന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പാലക്കാട് വന്നു. പാലക്കാട് നിന്ന് മണ്ണാർക്കാട്. ഇപ്പൊ മണ്ണാർക്കാട് എത്താറായി. ഇനി ഇവിടെ നിന്ന് അട്ടപ്പാടി അങ്ങനെ മുള്ളി അങ്ങനെയാണ് നമ്മൾ ഊട്ടിക്ക് പോണേ. ഇപ്പൊ നേരം വെളുത്ത് തുടങ്ങി. ഇപ്പൊ ഏകദേശം ഒരു 6:15 ആയി. നമ്മൾ ഇനി മണ്ണാർക്കാട് എത്തും. നമ്മളിപ്പോ മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടാ. മണ്ണാർക്കാടിനാണ് പോരുന്ന വഴിക്ക് കണ്ട സൈഡിലൊക്കെ മയിലുകൾ നടക്കണു. കോഴി നടക്കണ മാതിരി നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ ഞങ്ങളെ ചുരം കയറി തുടങ്ങി മണ്ണാർക്കാട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് വണ്ടി നിർത്തിയതാട്ടാ. നിർത്തി നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിറച്ച് കുരങ്ങന്മാരും വേണ്ടില്ലേ, കുരങ്ങന്മാരൊക്കെ ഉള്ള ഏരിയ ആണ്. ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്ത് പോവാന്ന് വെച്ചിട്ട് ഇന്ന് നിർത്തിയത്. ഈ വഴിയുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കയറി വരുമ്പോഴേ നല്ലൊരു സൈറ്റ് സീൻ കാണുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോൾ നിർത്തിയതാട്ടോ. ഇവിടെ സൂര്യോദയമൊക്കെ കാണാൻ പറ്റൂട്ടാണ്. സൂര്യ ഉദിച്ച് പൊങ്ങിയാളോട് എത്തുമ്പോഴേക്കും ഒരു നല്ലൊരു അടിപൊളി ഏരിയ. മുക്കാലി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിക്ക് പോയിട്ടാണ് സൈലന്റ് വാലി. ഇവിടുന്ന് ഒരു 23 കിലോമീറ്റർ ഉണ്ട് സൈലന്റ് വാലിക്ക് കേട്ടാ. ഇപ്പൊ നമ്മള് അവിടെ ഒരു ബോർഡ് കണ്ടു. അതായത് ഇനി 25 കിലോമീറ്റർ ഉള്ളിലേക്ക് ക്രോസിംഗ് സോൺ ഏരിയ ഡ്രൈവ് സ്റ്റോറി. ഇവിടെ ആന വരുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഒരു മുന്നറിയിപ്പ് ബോർഡ് കണ്ടുവിട്ടാ നമ്മള്. അപ്പൊ 86 കിലോമീറ്റർ ഊട്ടിക്ക്. അതെ, എല്ലാവരും ഏറ്റവും ഉഷാറായതിന്റെ. ഒരാൾക്ക് മാത്രമല്ല ഉഷാർ കുറവുണ്ട്. ചൊരൊക്കെ കയറി കഴിഞ്ഞപ്പോഴേ ഇനി കുറച്ച് ഒന്ന് ഛർദിച്ചു, അത്രേ ഉള്ളു. വേറെ കുഴപ്പമൊന്നുമില്ല. അതിപ്പോ യാത്ര ചെയ്ത ആൾക്ക് വരാറുള്ളതാണ്. ഇങ്ങനെ ചൊരൊക്കെ കയറുമ്പോൾ ചിലപ്പോ അങ്ങനെ വരാറുണ്ട്.
ബാക്കി എല്ലാവരും ഉഷാറാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തുടരുന്നു നമ്മുടെ യാത്ര. അപ്പോൾ നമുക്കിനി ഊട്ടിക്ക് റൈറ്റിലേക്ക് 78 കിലോമീറ്റർ, അതായത് ഇതേപ്പോൾ നമുക്ക് ബോർഡ് കാണാം, മുള്ളി 17 കിലോമീറ്റർ, ചാവടിയൂർ 3 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഇനിയും പോവാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചാവടിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് പോവാണ്. ലെഫ്റ്റ് പോയാൽ മുള്ളി അതിങ്ങനെ ഊട്ടിക്ക്. നമ്മളിത് ഭവാനിപ്പുഴയുടെ ആ ഒരു ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ചാവടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാലമുണ്ട്. ആ പാലത്തുമ്പോൾ നിന്നിട്ട് നിങ്ങൾക്ക് ആ പുഴ കാണിച്ചു തരാം കേട്ടോ. വെള്ളം വളരെ കുറവാണ്. കണ്ട, ഇതാണ് ഈ ഭവാനിപ്പുഴ. ഇനി ഈ പുഴയുടെ പല ഭാഗങ്ങൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇനി പോണത് തമിഴ്നാട്ടിൽ കൂടെ ആണല്ലോ, അതായത് മുള്ളി അങ്ങനെ ആ വഴിക്ക് പോകുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഈ പുഴ വരും. ശരിക്കും ഈ പുഴ ഉത്ഭവിച്ചു വരുന്നത് സൈലന്റ് വാലിയിൽ നിന്നാട്ടാ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ പോയി കാവേരിയിൽ ചേരുന്ന ഒരു പുഴയാണ്. ഇതിന് ഏകദേശം എത്ര ദൂരം? 217 കിലോമീറ്റർ. 217 കിലോമീറ്റർ അല്ലേ. ഇതിപ്പോൾ ഈ പുഴയുടെ ഇവിടെ താഴത്തേക്ക് നോക്കുമ്പോൾ നോക്കിയാൽ ഇവിടേക്ക് ആദ്യത്തെ ഇതാണോ പാലവും കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അത് അതിന്റെ ബാക്കി ഇപ്പുറത്തുണ്ടല്ലേ. ഈ പാലം പറഞ്ഞാൽ മുപ്പാടുണ്ടായിരുന്ന പാലം കാണുന്നത് കേട്ടോ. നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ കാണാം ആദ്യത്തെ റോഡാണത്. അപ്പൊ ശരിക്കും പറഞ്ഞ അന്നൊക്കെ ഈ പുഴ എന്നും എനിക്ക് തോന്നുന്നു കര കവിഞ്ഞ് ഒഴുകി പോയിരുന്ന ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് താഴോട്ട് പോയിട്ട് ഇതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് ഇതാണ് ശരിക്ക് പഴയ പാലം. കണ്ടത് നിങ്ങൾ? പഴയ അന്നത്തെ പാലം കണ്ട വളരെ താന്നിട്ടാണ് പണിതാക്കണത്. ശരിക്കും എനിക്ക് തോന്നുന്നു പുതിയ പാലം വന്നിട്ട് അവർ പറഞ്ഞ ഏകദേശം 10 കൊല്ലമായിട്ടുള്ളതെന്ന് അവിടെ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഈ പാലം ഒരുവിധം സമയത്തൊക്കെ വെള്ളത്തിന്റെ അടിയിലായിരുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളം വന്നാൽ ഇത് മുങ്ങിപ്പോവും. അടിപൊളി സ്ഥലമാട്ടോ. ഇതാണ് ഭവാനിപ്പുഴ. ഇവിടെ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും, ഫുള്ള് വെള്ളം പോവും. നല്ല ഉരുളം കല്ലുകളുള്ള നല്ല രസകരമായ ഒരു പുഴയാട്ടോ. ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണത് പൊട്ടിപ്പോയി. ഇതിൻ്റെ ബാക്കി ഭാഗം അപ്പുറത്തേക്കുണ്ട്. ഇതാണ് ഇവിടുത്തെ പുഴയുടെ ഒരു സിറ്റുവേഷൻ. പാലവും നല്ല രസമായിട്ടുള്ളൊരു ഭാഗം. കണ്ട, പുഴയില് ഒരു മരം വന്നിട്ട് ഇവിടെ തടഞ്ഞ് നിൽക്കണ ഈ പഴയ പാലത്തമ്മ വന്നിട്ട് തടഞ്ഞു. പുതിയ പാലം പിന്നെ നല്ല ഹൈറ്റില. നമ്മളിപ്പോ പോണ വഴിക്ക് നമ്മുടെ പണ്ടത്തെ അത് പറയും കാളപൂട്ടില്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ ഭയങ്കര കുറവുള്ളൊരു സംഭവമാണ്. അപ്പൊ അതിവിടെ മക്കളൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു തന്നെ അവരൊന്നും ഇതിങ്ങനെ ചെയ്യണത്. അപ്പൊ നമ്മളിവിടെ കണ്ടപ്പോ അത് പിടിക്കുക. ചേട്ടാ ഇവിടെ എന്ത് കൃഷി ചെയ്യാനാ? തണ്ണിമത്തം വെക്കാനാട്ടാ. ഇവര് ഈ ഇതിപ്പോ കാളനെ വെച്ചത് ഒഴുകി ശരിയാക്കണല്ലേ? ഒരു തണ്ണിമത്തൻ കൃഷി ചെയ്യാനാണ്. അതിങ്ങനെ ഉഴുതിട്ട് അതിൽ കുഴിയെടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊക്കെ കാളനെ വെച്ച് പൂട്ടണ ഇത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്താട്ടാ. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ കാണാൻ വളരെ കുറവായി തുടങ്ങി. ഇത് ശരിക്കും അട്ടപ്പാടിയാണോ? അട്ടപ്പാടി അയ്യാ? അട്ടപ്പാടി അല്ലേ? അട്ടപ്പാടിയിലെ സ്ഥലം ചാവടി, നൈനാമ്പേട്ട്, ചാവടിയൂർ. ഞങ്ങള് തൃശ്ശൂര്. ഞങ്ങളെ ഊട്ടിക്ക് പോണ് മുള്ളി വഴി. ഇതിപ്പോ നമ്മളെ പോകുന്ന വഴിയില് കണ്ട കള്ളിച്ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതേമാതിരി നല്ല രസമായിട്ട്. ഇപ്പൊ നമ്മളൊക്കെ ഇൻഡോർ പ്ലാന്റ്സിന് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീടിന്റെ ഉള്ളിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത് ഇങ്ങനത്തെ കള്ളിച്ചെടികൾ ഇഷ്ടം പോലെ വെക്കുന്നുണ്ട്. ഇവിടെ പുറത്ത് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ. ഇപ്പൊ ഏകദേശം മുള്ളി എത്താറായി. ആ ഭാഗത്ത് നമ്മൾ കാണുന്ന കാഴ്ചയാ. നമ്മൾ ഇങ്ങനെ ഒരു കാക്ടസ് ആരെങ്കിലും കാണണ്ട? മരമായിട്ടൊരു കാക്ടസ് ഫുള്ള് ഇപ്പുറത്തുണ്ട്. ഇപ്പൊ നമ്മളെ നെല്ലിത്തോട്ടാട്ടെ ഈ കാണുന്നത്. ഇവിടെ മൊത്തം ഏക്കർ കണക്കിന് ഇവിടെ ഇങ്ങനെ നെല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വരും ഇവിടെ.
അപ്പൊ നമ്മള് കേരള ചെക്ക് പോസ്റ്റ് നമ്മുടെ കേരള അതിർത്തി കടന്നു കേട്ടാ. നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ അഡ്രസ്സും വണ്ടി നമ്പറും മാത്രം കൊടുത്തു. നമ്മൾ കടന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി വരിക തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി കണ്ടോ നിങ്ങള്? ടാറിങ് ഇല്ല, വഴിയില്ല, വഴി ഉണ്ട് കുറച്ച് ദൂരം, ടാറിങ് ഒന്നും ഇല്ലാണ്ടാണ് അടുത്ത ചെക്ക് പോസ്റ്റ് വരെ. ഇവിടെ പ്രത്യേകിച്ച് സീനൊന്നും ഇല്ല, നമ്മുടെ ജസ്റ്റ് നമ്മുടെ വണ്ടി നമ്പർ ചോദിക്കുക അത്രേ ഉള്ളൂ. ഒരു ഓഫ് റോഡ് പോണ പോലെ കുറച്ച് ഓഫ് റോഡാട്ടാ അടുത്തൊരു ചെക്ക് പോസ്റ്റ് വരെ. നമ്മുടെ ഭവാനിപ്പുഴ അതെ ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നൈസായിട്ട് വെള്ളമുള്ളൂട്ടാ, വളരെ കുറച്ച്. അപ്പൊ നമ്മുടെ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പൊ നമ്മളിത് മുള്ളിയിലെ ആ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് കടന്നു കേട്ടാ. നമ്മൾ ഈ പാസ് എടുത്തിട്ടുണ്ട്, ഈ പാസ് എടുത്ത് വന്ന് അല്ല ഈ പാസ്സില് ശരിക്ക് ഈ ചെക്ക് പോസ്റ്റ് അല്ല, നമ്മളതിൽ അടിച്ചുള്ള ചെക്ക് പോസ്റ്റിന്റെ പേരെന്ന് വെച്ചാൽ നാടുകാണി ചെക്ക് പോസ്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് നെറ്റിൽ നമ്മള് നോക്കിയിട്ട് ചെയ്യണതാണല്ലോ. അപ്പൊ നാടുകാണി നമ്മൾ അടിച്ചു കൊടുത്തപ്പോ ആള് നമ്മുടെ എന്തെങ്കിലും മേടിക്കണം സംതിങ്, അതാണ് ഇവിടുത്തെ ഈ ചെക്ക് പോസ്റ്റിലത്. അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു 50 രൂപ തരാൻ. എന്തൊരു സൗമ്യതയോടും ഇതോടും കൂടിയാന്നാ. ആ നേരത്ത് നമ്മുടെ ചെക്ക് പോസ്റ്റ് നമ്മൾ കേരള അതിർത്തിയില്ല, അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. നേരെ നമ്മള് അവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുത്തു. ഇവിടെ വന്നപ്പോൾ ആള് എല്ലാം ഓക്കെയാണ്, എന്നാലും ഒരു 50 രൂപ ചോദിച്ചു. 50 രൂപ കൊടുത്തു. എന്നാ ഇതൊക്കെ മാറാന്ന് എനിക്കറിയില്ല. അപ്പൊ അതാണ് നമ്മുടെ ഈ ചെക്ക് പോസ്റ്റിലുണ്ടായ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതെ നമ്മളിത് ഒരു സ്പെഷ്യൽ കുരങ്ങന്മാരെ കണ്ടുട്ടോ. ഈ സിംഹവാലം കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞ ടൈപ്പിൽ പറഞ്ഞതാന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിന്റെ അവരെ കാണാൻ. അവരെ മുഖമൊക്കെ കണ്ടില്ലേ? ഇത് കണ്ട അവന്റെ വാലൊക്കെ നോക്കിയാ എന്തിട്ടാ നീളം, വാലൊക്കെ നല്ല നീളത്തില്. അതിന്റെ ഇവിടെ നിറച്ചുണ്ട് കേട്ടോ. അത് നല്ല ഒരു വെറൈറ്റി കുരങ്ങന്മാരാട്ടോ അവര്. കണ്ടാ ഫുള്ള് അവരാണ് ഈ ഭാഗത്ത്. അപ്പൊ നമ്മള് മുള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. നമുക്ക് ഇനി 43 ഹെയർ പിന്ന് കയറിയിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മളിപ്പോ അതിലത്തെ 2 ഹെയർ പിന്ന് കയറി കഴിഞ്ഞു. ഇനി ബാക്കി കയറണം. പിന്നെ നമ്മള് മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ആനയാണ് ആദ്യം ഇവിടെ ഉണ്ടെന്ന് പറയണേ. ആനപ്പിണ്ടൊക്കെ കാണുന്നുട്ടാ വഴികളിൽ ഇഷ്ടം പോലെ. പക്ഷെ അവരൊക്കെ രാത്രി വന്നതേ ഇപ്പൊ തന്നെ സൈഡിലൊക്കെ ഇപ്പൊ നല്ല നനവോട് കൂടി ആനപ്പിണ്ട കാണണം. അപ്പൊ അവരൊക്കെ വന്ന് പോയതാണ്. ഈ നേരം എടുക്കുമ്പോ അവരൊക്കെ മാറിപ്പോവും. ഇനി വൈകിട്ട് ഇറങ്ങി വരും. ഇനിയിപ്പോ ഈ വഴിയുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ഞാൻ പറയാൻ പോണേ. ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് ഗൂഗിളിലുള്ള അതിന്റെ വഴിയുടെ ഒരു ഇത് കാണിച്ചു തരാം. കണ്ട വഴിയൊന്ന് നിങ്ങൾ നോക്കിയേ. ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ നമുക്ക് എന്തിട്ട് ഒരു ഫീൽ എന്നറിയോ? ഇത് മുഴുവൻ നമ്മൾ ഇനി കേറാൻ പോവാണ്. അപ്പൊ അത് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ വഴി എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. കാരണം അത്ര അടിപൊളി വഴിയാണ്. ഇത് കാണുമ്പോ തന്നെ നമുക്ക് ഉള്ളിലൊരു തോന്നല ഓഫ് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. നമ്മളെ എല്ലാവരും ഊട്ടിക്ക് പോയിട്ടുണ്ടാവും, പല വഴിക്കും പോയിട്ടുണ്ടാവും. പക്ഷെ ഈ മുള്ളി റൂട്ടിൽ കൂടെ പോവാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാട്ടാ. ഞങ്ങള് വന്ന വഴി, അതായത് ഈ മണ്ണാർക്കാട് കൂടി മുള്ളി വന്ന് മുള്ളിന്ന് ഇപ്പൊ നമ്മള് ഊട്ടിക്ക് പോണ വഴി നമ്മളാരും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നമ്മള് അനുഭവിച്ചറിയേണ്ട ഒരു ഫീലിംഗ് ആണ് ആ വഴി. ആ പ്രകൃതിയുടെ ഭംഗി വഴിയുടെ ഒരു
പെൻ സ്റ്റോക്ക് പൈപ്പ് വരണതും അതിന്റെ കാര്യങ്ങളും കാണാം കേട്ടോ. തമിഴ്നാട് ബസ് പോകുന്നു. അപ്പൊ നമ്മൾ പോണ വഴിയില് പെൻ സ്റ്റോക്ക് പൈപ്പ് കണ്ടു കേട്ടോ. അപ്പൊ അവിടെ നിർത്തി. ഇപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ പെൻ സ്റ്റോക്ക് പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഏറ്റവും മോളിൽ നിന്നാണ് വരണത്. അപ്പൊ ആ വരണത് ഇവിടെ വന്ന് ഇവിടെ ജനറേറ്റർ ഉണ്ട്, വലിയ ജനറേറ്ററുകൾ വെച്ച് ഇവിടെ പവർ ആക്കിയിട്ട് ഒരു കറണ്ട് എടുത്തിട്ട് ഇവിടെ തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും കൊടുക്കണമെന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു പവർ ഹൗസാണ് ഇവിടെ. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്ത് കണ്ട അതിന്റെ ഒരു റെയിൽ കയറി പോണേ. അതെനിക്ക് തോന്നുന്നു ഇതിന്റെ മെയിൻ്റെനൻസ് വർക്കിനൊക്കെ അവർക്ക് പോകാനുള്ള ആ ഒരു റൂട്ടാന്ന് തോന്നുന്നുണ്ട്. അതിന് കൂടുതൽ അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ പെൻ സ്റ്റോക്ക് പൈപ്പ് ഒരു 5 എണ്ണം മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുകളിൽ 2-3 ഡാമുകൾ ഉണ്ടെന്ന്. ആ ഡാമിലെ വെള്ളമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ 24 hours ഇവിടെ ഈ പവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി ഒരു കാഴ്ച കേട്ടോ. നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ അതായത് ഇപ്പോൾ ഒരു പവർ അതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. നല്ല സൗണ്ട് അതിന്റെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ പരിപാടി. ആ വെള്ളം വന്നിട്ട് ഇങ്ങനെ ഒഴുകി പോണു. അപ്പോൾ നമ്മൾ മുള്ളിന്ന് ആ ചെക്ക് പോസ്റ്റ് കടന്ന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നത് അത് കടന്ന് കുറച്ച് പോരുന്ന് കഴിയുമ്പോൾ ഇവരുടെ പോലീസ് ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാസ് എടുത്തപ്പോഴേ അതിൽ 2-3 ഓപ്ഷനാണ് വന്നത്. അതായത് നമ്മൾ ഏത് ചെക്ക് പോസ്റ്റ് കൂടെ പോണേന്ന്. അപ്പോൾ നമുക്ക് അറിയില്ല ശരിക്കും. അപ്പോൾ നമ്മൾ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് നാട് കാണിയുന്ന. അപ്പോൾ അത് ഈ ചെക്ക് പോസ്റ്റ് അല്ല, കർണാടക ബോർഡിൽ പറഞ്ഞ ചെക്ക് പോസ്റ്റ് ആണ് തമിഴ്നാടിന്റെ. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ 3 കാണാനുള്ളൂ അവര് നെറ്റിൽ കൊടുക്കണത്. അപ്പോൾ നമ്മളൊരു ഉദ്ദേശം വെച്ച് ഇതലക്കി. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ട് അവര് ഇതല്ല അതല്ല എന്ന് പറഞ്ഞിങ്ങനെ നമ്മളവിടെ ഓരോന്ന് പറയും. ഇതേപ്പോ പോലീസ് ചെക്ക് പോസ്റ്റിൽ വന്നപ്പോഴും അതെ. അപ്പൊ നമ്മള് ഒന്നുമില്ല എന്തേലും സംതിങ് തായോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു 50 രൂപ എടുത്ത് കൊടുത്തു. അപ്പൊ ആൾക്ക് ഭയങ്കര ഹാപ്പിയായി നമ്മളോട് പൊക്കോന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ ഈ തമിഴ്നാടിന്റെ അവസ്ഥ. ഇവിടെ വരുമ്പോ ഒന്നും ഒരു ഇതല്ല എന്താ പറയപ്പോ അവരിങ്ങനെ കാണിക്കും. അവരിങ്ങനെ എന്തേലും കാണിക്കുക, നമ്മള് കൊടുക്കുക, എന്തേലും കൊടുത്താൽ മതി. അപ്പൊ നമ്മളൊരു 50 രൂപ നമ്മുടെ 10 രൂപ എങ്ങനെ കൊടുക്കുക ഇന്നത്തെ കാലത്ത്. അപ്പൊ ആ ചെക്ക് പോസ്റ്റിന്റെ തൊട്ട് തന്നെയാട്ടോ അപ്പൊ നമ്മൾ കണ്ട ആ ഒരു പവർ ഹൗസ്. ഹെയർപിൻ 39. ഹെയർപിന്നാണ് 43. ഇപ്പൊ എത്രാമത്തെ ഹെയർപിന്നാ? 39. അത് ഇറങ്ങുമ്പോഴാണ് നമ്മള് കയറണം. അപ്പൊ നമ്മൾ മൈനസ് ചെയ്തു. 39ാമത്തെ ഹെയർപിൻ എന്ന് പറയുമ്പോൾ നമ്മള് മൈനസ് ചെയ്യണം. അപ്പൊ നമ്മൾ 5 ഹെയർപിൻ കയറി. നല്ല രസമുള്ള റൂട്ട് തന്നെയാട്ടാ. ആസ്വദിച്ച് നമുക്ക് പോവാൻ. കുറച്ച് വെയിലായി, കുറച്ചുകൂടി നേരത്തെ എത്തണം. ഞങ്ങള് നേരത്തെ എത്താൻ വേണ്ടിട്ടാണ് കേട്ടോ ഒരു 4:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ടെ. പക്ഷെ കുറച്ച് റോഡൊക്കെ മോശമാണ് നമ്മൾ വിചാരിച്ച മാതിരി. പക്ഷെ മുള്ളിന്ന് ഇപ്പൊ ഉള്ള റോഡില്ലേ സൂപ്പർ റോഡപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുണ്ടോ കുഴിയോ ഒന്നും ഇല്ല. പക്ഷെ നമ്മുടെ മുള്ളി വരെ എത്താൻ ലേശം മോശം ഉണ്ടാ അല്ലേ? വഴി കുറച്ചൊക്കെ സീന. പിന്നെ നമ്മള് ഒരു പ്രാവശ്യമൊക്കെ ഈ വഴിക്ക് പോവുക. അപ്പോഴാണ് നമുക്ക് ഈ വഴിയും ഇവിടുത്തെ കാഴ്ചകളും നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോവാൻ പറ്റും. നമ്മുടെ വഴി കണ്ട നമ്മള് കേറിക്കൊണ്ടിരിക്കുന്ന വഴി. അപ്പൊ നമ്മുടെ വഴി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കൂട്ടാ. നേരത്തെ കാണിച്ച വഴി അവിടേക്ക് എത്തിയപ്പോ നമ്മള് ഇപ്പൊ അതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 6 വഴി എന്ന് പറയാ, സ്പെഷ്യൽ വഴിയാട്ടാ. ഇവര് വഴിയുടെ 2 ഭാഗവും മറ്റേ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വഴിയൊക്കെ നന്നായി വീതി കൂട്ടുന്നുണ്ടാ. നല്ല അടിപൊളി വഴിയാക്കുന്നുണ്ട്. അതേമാതിരി എന്താ പറയാ ഇടിഞ്ഞ് വീണോടത്തൊക്കെ വാർത്ത് സൈഡൊക്കെ സൂപ്പർ ആക്കുന്നുണ്ട്. വഴി ഭയങ്കര മോശമായിരുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ ടാറിംഗ് ഒക്കെ കണ്ടിട്ട് ഇപ്പൊ പുതിയതാണ്. അപ്പൊ നമുക്ക് ഹെയർ പിന്നുകൾ ഇങ്ങനെ കയറുന്ന അടുപ്പിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ ആ ഇതിൽ കണ്ട മാതിരി തന്നെ ആ ഒരു കേരളവും അങ്ങനെ തന്നെ വേഗം വേഗം ഹെയർ പിന്നാ വരണേ. ഓരോ ഹെയർ പിന്ന് കഴിഞ്ഞ് കുറച്ച് കൂടുതൽ അടുത്ത ഹെയർ പിൻ ഇല്ല. നേരത്തൊക്കെ എത്താൻ വേണ്ടി വന്നതാ. ഇപ്പൊ എന്തായി ഒടുക്കത്തെ വെയിലവിടെ. ഫുൾ ഹെയർ പിൻ. എന്തായാലും രസം. ഫുൾ ഹെയർ പിന്നാ. ഈ 43 പകുതി മുക്കാൽ ഇങ്ങനെ അടുപ്പിച്ചാ നമ്മളൊക്കെ ഒരു
ഒറ്റ സ്ട്രൈക്കിലായിരുന്നല്ല അങ്ങനെ ചടപട എന്ന് പറഞ്ഞിട്ടായിരുന്നേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അടുത്ത് ഇങ്ങനെ അധികം ഗ്യാപ്പും ലാഗും ഇല്ല നമുക്ക്, ഇങ്ങനെ ടിപ്പിച്ചങ്ങനെ അങ്ങനെ നമ്മൾ ഉയരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. അതിന്റെ ആ ഫ്ലോ, അതാണ് അതിന്റെ ഈ വഴിയുടെ പ്രത്യേകത. ആ ഒരു ഫ്ലോ ആണ് ഇങ്ങനെ കയറി, ആ ഒരു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മൾ ആടിക്കൊണ്ട് തന്നെ ഇരിക്കും ഇങ്ങനെ ഇതിനനുസരിച്ച്. റോഡ് പണി നടക്കണ്ടട്ടാ ഇവിടെ. ആ സൈഡ് വീതി കൂടെ നമ്മൾ കണ്ടില്ലേ, കോൺക്രീറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യണ പരിപാടി അപ്പൊ നടന്നുകൊണ്ടിരിക്കണ ഇപ്പോൾ ഇവിടെ. നമ്മുടെ ക്ലൈമറ്റ് മാറ്റം നോക്കി നിങ്ങള്, ഒറ്റയടിക്ക് വെയിൽ അങ്ങോട്ട് മാറി കോടയെ കയറി. നമ്മള് ഏകദേശം ഇപ്പൊ ഒരു 10-42 ഹെയർപിൻ കയറി കഴിഞ്ഞു കേട്ടാ. അപ്പൊ മുകളിലെത്തിയപ്പോ കാലാവസ്ഥ മാറി, നല്ല വെയിലും നല്ല ചൂടായിരുന്നു കേട്ടാ. ഇപ്പൊ നോക്കിയാ കംപ്ലീറ്റ് കോടയായി. ഒടുക്കത്തെ കൂടെ നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. അവിടെ നിന്ന് നല്ല കോട കയറി വരണേ, നല്ല കോട അതെ കണ്ടായ്. അപ്പൊ അതെ നമ്മള് ലാസ്റ്റത്തെ ഹെയർപിൻ കയറാട്ടാ. നിങ്ങൾ കണ്ടില്ലേ 43/1. നമ്മൾ അവസാനത്തെ ഹെയർപിന്നും കയറി. നമ്മുടെ യാത്ര ഏകദേശം ഈ റൂട്ടില് എന്താ പറയാ ഒരു വൈബ് വഴികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അതായത് ഇതായിരുന്നു കുറച്ച് ടാസ്കുള്ള വഴികളായിരുന്നു. 43 ഹെയർപിന്നും ചെറിയ കാടും പിന്നെ മൃഗങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ വഴി സൂപ്പർ വഴി. ഇനി നമുക്ക് നേരെ ഊട്ടിയിലേക്ക്. ഇനി നമുക്കിവിടെ ഇവിടുന്ന് നമ്മള് റൈറ്റ് തിരിഞ്ഞ് ഊട്ടിയിലേക്ക് പോകും കേട്ടാ. 30 കിലോമീറ്റർ. നമ്മളെ കേറി വന്ന 43 ഹെയർപിൻ കഴിഞ്ഞു, മുള്ളി വഴിയത്തെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ നമ്മൾ ഊട്ടി റോഡ് കണ്ടില്ലേ, ഊട്ടി റോഡിലേക്ക് തിരിഞ്ഞു ഒരു 32 കിലോമീറ്ററിന് ഊട്ടിക്ക് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഹെയർപിൻ ബെൻഡുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ 34 ഹെയർപിൻ. ഇത് വേറെ വഴിയിലേക്ക് നമ്മൾ ജോയിന്റ് ആയതാണല്ലോ. ഈ വഴിയിൽ 34 ഹെയർപിന്നാണ് വരുന്നത്. അതിലിപ്പോ ഇത് 29ാമത്തെ ഹെയർപിൻ. ഇത് നമുക്കിനി ഇതൊക്കെ ഇറങ്ങി ഇങ്ങനെ പോണം ഊട്ടിക്ക്. ഇപ്പൊ നിങ്ങൾ കണ്ട നമുക്കിനി വീണ്ടും ഇപ്പൊ 34 ഹെയർപിൻ ഇപ്പൊ നമ്മൾ ഇറങ്ങണം ഇനി. അതായത് അതിലിപ്പോ 29 നമ്മൾ തുടങ്ങിയേ നമ്മൾ ജോയിന്റ് ചെയ്ത വഴി. ഇതിപ്പോ 27. ഇനിയിപ്പോ അങ്ങനെ ഇനി 27 ഹെയർപിൻ ഇറങ്ങണം ഊട്ടിയിലേക്ക്. അപ്പൊ നമുക്ക് പോവാം. ഇതിന്റെ ഇവിടത്തെ ഭംഗിയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഈ സൈഡൊക്കെ എന്തൊരു ഭംഗി. വേറെ റോഡൊക്കെ പോണ നോക്കിയാൽ അതിന്റെ സൈഡിൽ കൂടെ ഒരു പ്രത്യേക രസം തന്നെയല്ലേ. ഊട്ടിയിലെ ആ മലനിരകളും ഇവിടെ വന്നിട്ടുള്ള പ്രകൃതി രമണീയത. ഊട്ടിന്നൊന്നും പറയാറായിട്ടില്ല ചേട്ടാ. നമ്മൾ വന്ന വഴിയിൽ ഇപ്പൊ നിർത്തിയത് ആ ഹെയർപിന്ന് കാണിച്ചു തരാൻ. അപ്പൊ നമുക്ക് ഇന്ന് മൊത്തം ഹെയർപിൻ ആട്ടാ. ഈ വഴി ഒരു നല്ലൊരു ടാസ്ക് വഴി തന്നെയാ നമ്മൾ പറഞ്ഞ മാതിരി. അപ്പൊ അവിടത്തെ 43 ഇവിടത്തെ 29 അടിപൊളി. അപ്പൊ എത്രയായി? അപ്പൊ നമുക്കൊരു 72 ഹെയർപിൻ. അതില് കൊറേ 43 നമ്മൾ കേറി, 29 നമ്മൾ ഇറങ്ങാ. ആ വ്യൂ ഒക്കെ നോക്കി അങ്ങോട്ട് ആഹാ സൂപ്പർ വ്യൂ അല്ലേ. നമുക്ക് എന്താന്ന് വെച്ചാല് ലിനിക്ക് ഈ ഛർദിച്ച കാരണം ഉഷാറില്ല. അത് ഈ പുലർച്ചയായിട്ട് പോകുന്ന ചിലവർക്ക് അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഡൈജഷൻ ശരിയാവാണ്ട് എന്താന്ന് അറിയില്ല. വൈബ് വഴികളാ, പുഴ. ഇവിടുത്തെ വെള്ളം ചെളി വെള്ള. അതെന്താന്നറിയോ, പവർ ഉൽപ്പാദിപ്പിച്ച് വരണ വെള്ള. അതുകൊണ്ടാ എല്ലാത്തിനും കിട്ടി. അയ്യോ ആ എഡിറ്റ് ചെയ്യുമ്പോ ശ്രദ്ധിച്ചോളോ.
നമ്മളാ വീണ്ടും 34 ഹെയർപിൻ എന്ന് പറഞ്ഞില്ലേ, അത് മുഴുവൻ നമുക്ക് ഇറങ്ങേണ്ടി വന്നില്ല ചേട്ടാ. ആ വഴി പോണത് മഞ്ചൂർ എന്ന് പറഞ്ഞ വഴി ഒരു സ്ഥലത്തേക്കാ. അപ്പൊ നമ്മളതിന്റെ ഇടയിൽ ഒരു 10-20 അല്ല ഒരു 5-6 ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മള് വേറെ വഴി ഊട്ടിക്കുള്ള വഴി തിരിഞ്ഞു. ഈ വഴിയിലുണ്ടിട്ട് ഒരു 9 ഇനി ഈ വഴിയിൽ വന്നപ്പോ 9 പറഞ്ഞു. അപ്പൊ ആ വഴി അത് മഞ്ചൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോണതാ. അപ്പൊ അവിടേക്കല്ലല്ലോ നമ്മൾ പോണത്. നമ്മൾ ആദ്യം വിചാരിച്ചു അത് ഊട്ടിക്കുള്ളതാണ്. നമ്മൾ അറിയാണ്ട് നമുക്ക് തെറ്റ് പറ്റിയതാണ്. അതിലാകെ ഒരു 5-6 നമുക്ക് ഇറങ്ങേണ്ടി വന്നുള്ളൂ. അന്നേരം നമ്മളിപ്പോ വേറെ വഴിക്ക് സ്വിച്ച് ചെയ്തു. നമ്മള് ഒരു കാര്യം ഇവിടെ നോക്കിയാൽ കാണാം, നമ്മൾ ഏത് വഴിയിൽ കൂടെ വന്നാലും ഇപ്പൊ വന്നാലും വഴിയൊക്കെ സൂപ്പർ വഴികളാട്ടാ. അത് കാരണം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാൻ മടിപ്പ് തോന്നില്ല. നമ്മുടെ അവിടെ വന്നപ്പോ വഴിയുടെ ഒരു മോശം അവസ്ഥയും അത് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു സുഖമില്ല. ഇതൊക്കെ ഇതിപ്പോ എത്ര ഹെയർപിൻ ആയാലും ബെൻഡുള്ള വഴിയായാലും റോഡ് നല്ലതായ നമുക്ക് ഹെയർപിൻ കയറിക്കൊണ്ടിരിക്കുന്നു. 9-5 എന്തൊരു പ്രത്യേക രസം തന്നെയാണ് ഡ്രൈവ് ചെയ്യാനും യാത്ര ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ വഴികളൊക്കെ വരാൻ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഊട്ടിക്ക് നമ്മൾ എല്ലാവരും സ്ഥിരം പോണ ഒരു വഴിയുണ്ട്. അതായത് ഇപ്പൊ ഞാനൊക്കെ പല ഇഷ്ടപ്രാവശ്യം പോയിട്ട്, അതായത് നമ്മുടെ മേട്ടുപ്പാളയ ഊട്ടി. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക, ഇടയ്ക്കൊരു മാറ്റം നല്ലതാണല്ലോ. ഇത് കാണുമ്പോ അതിൻ്റെതായ ഇവിടെ ഞങ്ങളൊന്ന് ഇറങ്ങാനത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര വെയില്, പിന്നെ ഇറങ്ങി കാണിക്കാൻ മാത്രം അങ്ങനെ ഒന്നും പ്രത്യേകം ഉള്ളത് കണ്ടത് കാണിക്കണ്ടേ അല്ലേ. വെയിലാണ് ഈ നമ്മുടെ ഈ പ്രകൃതി തന്നെ, ഈ കുറെ മരങ്ങള് മല അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ തന്നെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ പോകേണ്ട കാര്യ. ഞങ്ങള് ഇപ്പൊ ഊട്ടിയില് ലൗഡിൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ, നമ്മുടെ മറ്റേ ടോയ് ട്രെയിൻ പോണത് ഊട്ടി ട്രെയിനൊക്കെ പോണ ഒരു സ്റ്റേഷനാണ്. അപ്പൊ അതിന്റെ അവിടെ എത്തി. ഇനി ഇവിടുന്ന് ഊട്ടിയിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ഈ സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യം വന്നിട്ട് ഇവിടുന്ന് ഞങ്ങള് ഊട്ടിക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക രസം തന്നെയാട്ടാ. ഇവിടെ ആൾക്കാർ ഇതേ വന്നാണ് കണ്ട. ഇവിടുന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഉച്ചയ്ക്ക് ട്രെയിൻ ഉണ്ട്. അപ്പൊ ആ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ കുറെ ആൾക്കാർ അവിടെ വന്നാണ്. ഒരു പ്രത്യേക രസം തന്നെയാട്ടോ. നമ്മള് ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ആ ട്രെയിനിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞങ്ങളത് ചെയ്തിട്ടുണ്ട് മുപ്പാട്. അപ്പൊ ഞങ്ങൾ ഊട്ടി എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇനി ഇവിടുന്ന് അധികം ദൂരമില്ല. അപ്പൊ നമ്മൾ ഊട്ടി എത്തിയിട്ടാ. ഇനി ഊട്ടിയിലെ കാഴ്ചകൾ ലോക്ക്ഡൌണ് ശേഷം. അപ്പോൾ നമ്മൾ നമ്മുടെ വില്ലയിൽ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് വില്ല എടുത്തിരിക്കുന്നത് ഊട്ടിയിൽ സെൻട്രലോ അല്ലെങ്കിൽ ആ ടൗണിലോ അല്ല. അതായത് ഊട്ടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് മൈസൂർ റോട്ടിൽ കൂടെ വന്നിട്ടാണ് ഈ കല്ലട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. ഒരു പ്രത്യേക ഒരു വൈബുള്ളൊരു സ്ഥലമായിട്ട് തോന്നി ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ റൂം എടുത്തത്. ഇത് ഞങ്ങൾ ആപ്പിൽ ബുക്ക് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 10 വില്ലകളുണ്ട് ഇവർക്ക്. നല്ല കളർഫുള്ളായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇ പാസ് എടുത്ത കാര്യം, ഇ പാസ് എടുക്കാൻ നമ്മൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ സിമ്പിളാണ്. അത് അതിൻ്റെ സൈറ്റിൽ കയറുക. ഇ പാസിനുള്ള സൈറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ അവരുടെ ലിങ്ക് കിട്ടും. അതിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് അതിൽ അവരെ പ്രൊസീജിയർ അനുസരിച്ച് അടിച്ചു കൊടുക്കുക. അതായത് എത്ര പേരുണ്ടെന്ന് ചോദിക്കും, എവിടേക്കാണ് പോകണേ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്തപ്പോൾ ഓപ്ഷൻ വന്നത് ഏത് ചെക്ക് പോസ്റ്റോടെയാണ് കിടക്കണേ എന്നുള്ളത് 3 ഓപ്ഷനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങളത് 3 നോക്കിയിട്ട് ഞങ്ങളതിലൊരു ഓപ്ഷൻ എടുത്തു. അത് നാടുകാണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ട് അടിച്ചിട്ടു. പക്ഷെ അത് മുള്ളിന്ന് ഉള്ളൊരു ചെക്ക് പോസ്റ്റ് അതിൽ കണ്ടില്ല, അതിൽ വരുന്നില്ല. അപ്പോൾ നമ്മളത് പറഞ്ഞ് അടിച്ചിട്ടു. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അത് അടിച്ചിട്ട് അവരിവിടെ വരുമ്പോൾ ഒരു 50 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്നും അങ്ങനെ എങ്ങനെയെന്ന് പറയും. അത് കഴിയുമ്പോൾ പറയും ഒരു 50 രൂപ തരാൻ പറയും. അത് കഴിഞ്ഞ് കടത്തി വിടും. പക്ഷെ നമ്മൾ ഈ പാസ് എടുക്കണം ഊട്ടിയിലേക്ക്. വേറെ എന്തെങ്കിലും പോലീസ് ചെക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പാസ് നിർബന്ധമാണ്. അപ്പോൾ സിമ്പിളായിട്ട് എടുക്കുക. നമ്മുടെ വണ്ടിയിൽ നമ്മുടെ അഡ്രസ്സും നമ്മുടെ ID പ്രൂഫിൻ്റെ രേഖകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ ഇവിടേക്ക് കൊടുക്കണതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ അതാണ് ഈ പാസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് എടുത്ത് ഊട്ടിക്ക് വരാം. അപ്പോൾ നമ്മൾ ഇനി വില്ലയിൽ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടമാനം ലെങ്തി ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വരെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.